വെൽക്കം ബാക്ക്. ഷെബിയാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഗുണ്ടൽപേട്ടേന്. നമ്മള് ഇതിന്റെ ഇടയിൽ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് നമ്മള് കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നു. ഒരു ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പൊ നമ്മള് വീണ്ടും ഗുണ്ടൽപേട്ടനെ നമ്മള് തിരിച്ചെത്തിക്കാണ്. ഇനിയിപ്പോ ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, നമുക്ക് പോയോക്കാം. നമ്മള് മാപ്പിലടിച്ചപ്പോ അങ്ങനെ കിട്ടിയാണ്. അപ്പൊ നമുക്കൊന്ന് പോയോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് അടിപൊളിയാണെങ്കിൽ സെറ്റപ്പ് ആക്കാം. വണ്ടി കണ്ടിരിക്കുന്നു. നമ്മളിപ്പോ നാട്ടുമ്പുറത്തുകൂടെ ഇപ്പോഴും പോണത്. ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ അധികം കാണാം. ട്രാക്ടർ നാട്ടുമ്പുറാണത്. ഒരുപാട് ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുപോവുക. ഒരു പ്രത്യേക രസട്ടോ ഈ റോഡും പാടം ഇതൊക്കെ കാണുമ്പോൾ. മെയിനായിട്ട് ഇവിടെ കൃഷിക്കാരാണ്, നല്ല കൃഷി. നമ്മളെ അതിലൊന്നല്ല, മട്ടില്ല ഞങ്ങൾക്ക്. എന്താ വൈബില്, നല്ല മല ഉണ്ട് അവിടെ, വലിയ മല. അതിന്റെ നെറൂലൊരു കെട്ടിയുണ്ടല്ലേ, അങ്ങനെ വലിയ കാണുക. റോഡ് നോക്കിങ്ങള്, ഇതൊക്കെ റോഡ്. അത് മുള്ളേരിയയില് പ്രത്യേകം പറയണേ. നമ്മളൊക്കെ മേറോട് വരെ അലങ്കുരായി കിടക്കുന്ന സമയമാണ്. ഇപ്പൊ ഉള്ളേരിയിലൊക്കെ വന്നുകൊണ്ട് ഇമ്മാതിരി റോഡ് കൂടെ ഒക്കെ പോവാന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല ഇത് സംഭവം പറഞ്ഞാല് ഇതാണ് എന്താ പറയാ, സൺഫ്ലവർ ആണിത്. അപ്പൊ അതിങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ വിത്തെടുക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഇതൊക്കെ ഇവിടെ വന്നാലേ കാണാൻ കഴിയുള്ളൂടാ. നമ്മളെ നാട്ടിലുണ്ട് തിരഞ്ഞെടുക്കണതൊക്കെ. പിന്നെ ഫുള്ള് കൃഷിക്കാരാണ്. അവിടെ ട്രാക്ടർ എടുക്കുന്നുണ്ട്. ഇവിടെ മൊത്തം വാഴ കൃഷി ഉണ്ട്. നല്ല വിസിബിലിറ്റിയോടെ നമ്മളിവിടെ വണ്ടിക്ക് സൈഡൊക്കെ ഇങ്ങനെ നിൽക്കണം. നല്ല രസമായിട്ട് ഇവിടെ. ക്ലൈമറ്റ് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ ഏകദേശം നമ്മൾ പകുതിയോളം കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര. പിന്നെ ഇപ്പോൾ പോണത് ഇനി ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഇപ്പൊ നമ്മൾ കയറാനായിട്ട് പോണത്. ഭാഗമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. കടുവയെ കാണപ്പെടുന്നു. അങ്ങനെ പോസ്റ്റർ കുറെ കണ്ടിട്ടുണ്ട് നമ്മള്. കാണണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. ടോളാണ് ഇവിടെ. ടോളല്ല, എന്താണ് എന്നാ ബാക്ക് കൂടെ കൂടിക്കൊള്ളുന്ന ചെക്ക് പോസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് കിടക്കാണ്. നമ്മള് ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്യാണ്. നമ്മള് സാധാരണ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴാണ് നമ്മള് കയറല്. പൈസ എടുത്താലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേനി. കാണാൻ കഴിയില്ലല്ലേ. എന്തായാലും ഇവിടെ പൈസ എടുക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടാ ഭാഗ്യം. ഒരു കാര്യം ഞാൻ എന്തായാലും തരാം. മാനെ കാണും. ID എന്നൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ വാങ്ങൂല. അൺനോൺ ID അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഇനി എന്താ വെച്ചാല് AC ഓഫ് ആക്കുക, ഗ്ലാസ് താത്തുക, ഇനി എന്തെങ്കിലും കാണണ്ടോന്ന് നോക്കി നടക്കുക. അത് ഇനി പരിപാടി ഉള്ളൂ. തീർച്ചയായിട്ടും അതിന് നമുക്ക് എവിടെയെങ്കിലും നോക്കാം. സാധാരണ ഈ കാഴ്ചകളൊക്കെ അധികം കാണുന്നത് നമ്മുടെ ഡ്രൈവർമാരാണ്. നമ്മുടെ ഡ്രൈവറേക്കാണ് ബസ്സിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോ നട്ടുച്ചായപ്പോഴും ഒക്കെ പെരിയിൽ പോയി കൊണ്ട് കടന്നുറങ്ങുണ്ടാവും. നമ്മള് വെറുതെ ക്യാമറ ഒക്കെ ഓണാക്കി വലിയ വീരന്മാരെ അതിൽ പോവാണ്. ഞാൻ വെച്ചോണ്ടില്ലേ എല്ലാവരും അല്ലേ. പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ ഒരു കാട്ടുകൂടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു പ്രത്യേക ഭംഗി. നമ്മളെ ജംഗിൾ സഫാരി വണ്ടിയാണ് പോണത് കേട്ടോ. ഇപ്പോഴൊക്കെ പൈസ എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും കാണുമോ? ഓൾറെഡി ഉള്ളിൽ കൂടെ പോണോണ്ട് ചിലപ്പോ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം സുഹൃത്തുക്കളെ.
ഇറങ്ങണ്ടെന്ന് യെസ് ആന ഇറങ്ങണ്ടെന്നല്ലേ ബോർഡൊക്കെ കണ്ടു. വീട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. ഞാൻ അവിടെ എങ്ങനെ ആന കാണുന്ന അറിയില്ലല്ലോ. ചിലപ്പോ ആ മുകളിൽ നിന്നൊക്കെ ഉണ്ട് ഉരുണ്ട് പോയി ഞാടിയാലോ അല്ലേ. ഇത് അവിടുന്ന് കാണൂലല്ലേ. ഇപ്പൊ ഈ റോഡ് കൂടെ കൊണ്ടുപോകാനപ്പൊ പൈസ കൊടുത്തോണ്ട് ഇപ്പൊ വണ്ടി കയറിയാണ്. അതിനായിട്ടുള്ള സെപ്പറേറ്റ് റോഡുകളുണ്ട്. കേറൂലേ 4 വീൽ കിട്ടലെന്നാ കേറിക്കോളും. ആല പുലിയാണ് അങ്ങനെ എന്നൊക്കെ പറയും. അതിന്റെ സൗണ്ടില് പൂച്ചന്റെ സൗണ്ടും കൊടുത്തോണ്ട് ഒരു കാര്യം ചെയ്ത അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കോ. അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോണ സമയത്ത് മാനെ കണ്ടിട്ട് നിർത്തിയ കരയി കണ്ടോ. അവിടെ നിറച്ചു മാനുകൾ. അവിടെ മാനുകൾ കുട്ടിമാനുണ്ട്, വലിയ മാനുണ്ട്, അടുക്കത്തെ മാനുണ്ട്. ഓ മുന്നില് എന്താണ്ടാ സുഖല്ലേ? എവിടെ പോയി? യെസ് എവിടെ ചിക്കുട്ടി കൂട് മാൻകൂട്ടങ്ങളുണ്ട് കേട്ടോ ഇവിടെ നിറച്ച്. അത് പരാതി സമാധാനായി. അവിടെ എന്താ ഞാനേ ഇവരെല്ലാം തിരിച്ചു നോക്കിയാ കണ്ടതിലിപ്പോ മാന് മാത്രമല്ലല്ലോ. കുട്ടിമാന് കൊറേനുണ്ട്. വല്ല പരുന്ത് പറക്കണ കണ്ടാലോ. വല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കൊറേ പൈസയും കൊടുത്തിട്ട് ആ വണ്ടി പോട്ടെ. നമ്മളെ നേരത്തെ തന്നെ പോയാൽ മതി. കാണ്ടൊക്കെ കാണും എത്തിനെങ്കില്. ഇത് ഓരോരുത്തർ ഇതൊക്കെ മേലെ നോക്കി പോണതാ. മലയാളീസ് ആരെങ്കിലും ഉണ്ടാവോ? ലോറിന്റെ കുടിച്ച ഏറ്റവും നല്ലത്. ലോറൊന്നും കുഴപ്പമില്ല. എന്തെണ്ടെ വലിച്ചിടും. ചെക്ക് ചെയ്യണല്ലോ. ചെക്ക് ചെയ്യാതെ പോയിട്ടല്ലോ. അവിടെ നമുക്ക് ഒരു കുഴപ്പമില്ല. പൈസ ഉണ്ട് എടുത്ത് ഇപ്പൊ താഴെത്തിയൊരു കുടിച്ച് കഴിഞ്ഞാൽ ഒരു പറയുന്ന പൈസ എടുത്താൽ മതി. ആരാണെങ്കിൽ പോവാം, പ്രശ്നമൊന്നുമില്ല. അറിയുന്നുണ്ടെങ്കിലോ ക്യാമറ ഉണ്ടോ അപ്പോഴൊക്കെ? ഓ വണ്ടി പ്രവാസത്തില് അതിർത്തി വിനായക്കരുത്. യെസ് വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കും. വണ്ടി നമ്പർ പിടിച്ചു അതെ അവിടെ എത്തിനോട് കൂടി പിടിക്കും ചെയ്യും. ഞങ്ങളായിട്ടും പിടിച്ചതാ ഒന്നുമില്ല. ഞങ്ങളൊന്ന് ഇറങ്ങി ഒന്ന് മൂത്രയിച്ചു. ഇത് അപ്പൊ ക്യാമറ ഒന്നുമല്ല. ക്യാമറ അല്ലാത്ത വേറൊരു സാധനം ഉണ്ടേനി. ഒരു വാച്ചിങ് സെന്റർ. മയില് ആൺമയില് തുടങ്ങ. പക്ഷെ പീല് കുറച്ചുള്ളല്ലോ. കുട്ടിയെ വിളിക്കണേ ഓതാ നോക്കണേ. ഇടത്തൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടോ വിടി വാ അത് വിളിച്ചിട്ടോ മാതിരി ഫ്ലോ. മാനിനും മൊയിലിനും ശേഷം താരപ്പോയി നീച്ചിക്കണേ. അങ്ങനെ നമ്മൾ മാനിനും മയിലിനും ശേഷം നമ്മൾ കുരങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇനി മാനിനും മയിലിനും കുരങ്ങനും ശേഷം ഇനി ആരെ കാണും? പറയൂ. തന്തേ വെക്കുന്ന ആൾക്കാരല്ലേ എടുപ്പൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതില് നോക്കുമ്പോ എത്ര മേലുണ്ട് ഇപ്പൊ ഇതിൽ കാണാന്. ആദ്യമായിട്ടാണ് ഒരു കാര്യം നടക്കണത്. ഇവിടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ കാണാൻ പറ്റിയതാണ്. ഇതാ കുടിച്ച് വണ്ടി കിട്ടാലോ. എന്ന് നമ്മളെ പരിപാടി ഏയ് വേണ്ട. മയിലിനെ കറക്കി ചുട്ടത്.
എന്താലേ നമ്മളാ എവിടെയൊക്കെയാ നല്ല പേരുള്ളതാണ്. വിടർത്തുന്നില്ലല്ലേ ഓനക്കൊന്ന് വിടർത്തി കൊടുക്കും. ഒരു പാതിയില്ലാതെ വെറുതെ ഇരിക്കാനുള്ളത്. എല്ലാം വൃത്തിയുള്ള സാധനം. അതൊന്ന് കുളിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. മറ്റവർക്കൊന്നും കുളിച്ചാനായിട്ട് വൈകിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുമെന്ന് പറഞ്ഞതും തൊട്ടപ്പുറം തന്നെ കണ്ടും ചെയ്തു. അത് ആദ്യമായിട്ട് എടുക്കാണ്. ഇതെന്താ വായിക്കുക? ഒന്ന് വായിച്ചെന്നാ നന്ദിന്നാ. ഞാൻ ഓ ഇനി വരണ്ടെന്ന് പറയാ കാര്യമില്ല, ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലാന്ന്. ആയിക്കോട്ടെ എന്നാല്. അങ്ങനെ കർണാടക സ്റ്റേറ്റിനോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ബോർഡറിലേക്ക് നമ്മൾ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ശരിയാണല്ലോ. അവിടെ എത്തുമ്പോക്ക് ഞാൻ ഒരു തൂക്കി നോക്കുമ്പോഴേക്കാരോ അത് രണ്ടെണ്ണം കാണാനല്ലോ എന്നുള്ളൊരിത്. ഒന്നും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മയിലും മോനും മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടില്ലല്ലോ. ഇന്ത്യൻ ബിയറോ സൗത്ത് ബിയറൊക്കെ പറയുന്നത് ആനെ കാണുമ്പോ കൊടുക്കണമെന്നാ. ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ ആനക്കൊക്കെ ഇന്ത്യൻ ബിയർ കൊടുത്തു കഴിഞ്ഞാൽ കറന്ന് ആറിനാണ് മൂപ്പര്. ശരിക്ക് മദ്യത്തിന്റെ പേര് കരടിന്നല്ലേ. കർണാടക RTC ഇതാ പോണ്. ഇപ്പൊ എനിക്ക് പാസ്സും ഇല്ല. എന്താ സുഖം, ആളെ തട്ടെ വണ്ടിയെടുത്തൊക്കെ പോവാന്നല്ലാതെ വേറൊരു ചൊറയില്ല. ആനനെ തെരഞ്ഞില്ല പോക്കെടുത്തപ്പോ പൈസ താനെ കണ്ട് ഇതായിക്കിടുപ്പോ. ഓലെന്തോടെ കാര്യായിട്ട് കണ്ടുകണം അവിടെ. ഇവിടെ മാനുകളുണ്ട്. മാനിനെ കണ്ട് കണ്ട് പുറത്തുക്കണം തീരുമാനമാണ് ഇപ്പോ. കണ്ടോ കണ്ടോ മാനുകൾ. കുരുമുളക് ഇട്ടേക്കട്ടെ അവിടുത്തെ ചെല്ലി. ഒരു മാനിനെ കണ്ടിട്ടാണ് ഇപ്പൊ ഇമ്മാതിരി ബ്ലോക്ക്. അപ്പൊ ആനെ കണ്ടെങ്കിൽ പോലത്തെ പാട്ടുക. ആന ഇവിടെ ഇല്ല തോന്നുന്നു. ഞാൻ നല്ല കൂട്ടിയൊക്കെ ചെയ്തിന് ഞാൻ. അവിടെ ഒരു തരം ആന. ചെങ്ങലുണ്ടോ നമ്മൾ അവിടെ പോയാലേ അറിയുള്ളൂ. തൽക്കാലം വിട്ടോ. താഴത്ത് കണ്ടേ അങ്ങനെ ആനയും കണ്ടു. ഇനി ഇവർക്ക് ശേഷം ഇനി അടുത്തത് എന്ത്? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞ അതേമാതിരി ഇനി എന്താ കണ്ടേ? ഇനി കടുവനെ കണ്ടോ? കടുവനെ കണ്ടേ? കടുവനെ കാണണോ? സിംഹം വേണ്ടല്ലോ, അത് കുറച്ച് റിസ്ക് അല്ലേ. മിക്കവാറും പിന്നെ പുലി പിന്നെ ഞാണ്ടമുനി വേറൊരു പുലി വേണ്ടല്ലോ. ഒരു കാട്ടിലെ പുലി നമ്മൾ പറയാം. മസിനെ കൂടി ഇങ്ങോട്ടല്ലേ ഒന്ന് തിരി. നമ്മൾ ഇവിടുന്ന് നേരെ മസിലിക്കുടി വിടുകയാണ് കേട്ടോ. ഈ മസിലിക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. വീട് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോകുമ്പോൾ ഫോട്ടോ ഒക്കെ ചെയ്യാം. അവിടുത്തെ പോലീസുകാരൊക്കെ എല്ലാറ്റ് പറ്റിയിട്ട് നല്ല സ്വഭാവത്തോടു കൂടി. ഇപ്പം നമ്മൾ നേരത്തെ വഴി പറഞ്ഞത് ഡ്രൈവർമാർക്ക് പ്രശ്നമുള്ളൂ. ഈ റോഡ് ഇങ്ങോട്ട് മുട്ടാണ്. നമ്മളെ ഈ റോഡ് തന്നെയാണ് സംഭവം. അപ്പൊ പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ മൂപ്പർക്ക് അവിടെ തുറന്നോ പറയണല്ലേ? പറ്റില്ല. അവിടെ പാർക്കിംഗ് എന്തോ വാങ്ങിക്കാണ്. അങ്ങനെ എന്തായാലും സാറില്ല, നമ്മൾ പുതിയ റൂട്ടിലൂടെ ഡ്രൈവർമാർക്ക് ശരിക്കും ഇപ്പോഴത്തൊക്കെയാടാ ജീവിതം. നേരം വെളുക്കുക, ഇവിടെ ഒന്ന് പുല്ലുന്നുക, രാത്രി
രാത്രി ആവുക കിടക്കുക. അതിന്റെ ഇടയിൽ വല്ല കടവന്റെ മുമ്പ് പെട്ട് കഴിഞ്ഞാല് തീരുമാനമാവും ചെയ്യും. എങ്ങനെ അവിടെ വരാൻ പാടില്ലല്ലോ. എന്തെങ്കിലും മാസത്തിന് കൂടി ഈ റോഡ് കൂടെ എങ്ങനെ ലോറിയും കൊണ്ടുവരിക പോയി ഇങ്ങോട്ട് ചാടിക്കോ. അവിടെ വലിയ അടിച്ചാണ് പോയിക്കോട്ടെ. ശരിക്കും ആനയുടെ ജീവിതം എന്തെന്ന് ആലോചിച്ച് നോക്കാം. ഇവലിങ്ങനെ ഓരോന്ന് തിന്ന് ഇങ്ങനെ തടിച്ച് നല്ല കൊഴുത്ത് ഇങ്ങനെ വെക്കും. കടുവ പുലി എന്നാണ്ട് ഓല പിടിച്ചെടുത്തത്. അങ്ങനെ ഒരു മൈൻഡ് ജീവിതമല്ലേ വലുത്. അല്ല നമ്മളുടെ ഒരു മൈൻഡ് ജീവിതമാണല്ലോ. പക്ഷെ അത് പുലിന്റെ അടിയിലല്ല എന്നുള്ളൂ. അതിനെ പിടിച്ചില്ലല്ലോ. അളങ്കൂറോ വരട്ടെ. അവൾ വന്നിട്ട് ഇനി ബാക്കി നോക്കണെങ്കിൽ പിന്നെ അവിടെ തട്ടണ്ട ഇതിനെ. ആരാണ് വരുന്ന് നോക്കൂ. ഇത് പീടിയാനേ കേട്ടോ. എന്റെ മോനെ എടാ കൊമ്പുള്ള സാധനമുണ്ട്. ഒന്ന് വേഗം വിട്ടോ. വലിപ്പൊന്നുമില്ല. ഉറപ്പായിട്ടും ഞാൻ മണ്ടി കഴിഞ്ഞാണ്ടല്ലോ ഒരു വാണിംഗ് ഉണ്ട് കേട്ടോ. തട്ടി കൈമാറണോ അതെന്താ അന്തസ്സില്ല ആൾക്കാരട്ടോ. അപ്പൊ അതൊക്കെ പോണുള്ളൂ. എല്ലാരും കണ്ടോളി. എല്ലാരും സങ്കടത്ത് ഇതുവരെ കാണാത്തവരൊക്കെ കണ്ടോളിങ്ങി. അത് ആന പതുക്കെ നിന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടം ഉണ്ടാവും. അപ്പൊ പിന്നെ വണ്ടി എടുത്തിട്ട് മൊണ്ട് വേറെ നോട്ടൊന്നും വേണ്ട. അതെ അടുത്താള് വരുന്നേ. എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരാടെ ഭയങ്കര പൂസിങ്ങില്ല കേട്ടോ. ഇവിടെ ഇവിടെ ഭയങ്കര പൂസിങ്ങില്ല. വണ്ടിക്കോട്ടോ ഇത് നല്ല പരിപാടിയൊക്കെ അറിയും. പടയപ്പല്ല അമ്മച്ചിയെ എന്നെ കാട്ടാൻ വരുന്നുണ്ട് കാരണം വണ്ടികള്. ഓ എന്റെ പൂ തീർന്ന് എന്നാ പോവാ. അതെന്തായാലും പ്രശ്നമൊന്നുമില്ല. മറ്റേ റോട്ട് കയറി അപ്പുറത്ത് കയറി അത് മെച്ചിനെ എടുത്തിട്ട് ആ ചെറുതാട്ടോ. ആ ചെറുത് മാലമ്പാണത്. മാനകളൊക്കെ വായിപ്പിച്ചു. എങ്ങോട്ടാ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു കാഴ്ചണ്ടായത്. ആന ഫാമിലി അതില് ഒരാളെ മാത്രം കണ്ടില്ല. അച്ഛനെന്തോ അസുഖമില്ലാതെ കിടക്കുക തോന്നണം. എന്തായാലും അച്ഛനെ മാത്രം കണ്ടില്ല. അമ്മയും 2 കുട്ടികളൊക്കെ കണ്ട്. അതിൽ ചെറുമ്പോൾ ഭയങ്കര അലമ്പും. എന്തായാലും പ്രതീക്ഷകൾ കൈവിടാതെ വീണ്ടും മുന്നിലോട്ട് നമ്മൾ നീങ്ങുകയാണ്. തിരിച്ചു വരുമ്പോ ഞാൻ റോഡിൽ നിൽക്കണേ. നമ്മളുണ്ടല്ലോ ഇപ്പൊ മസ്സിനിഗുടി ഇപ്പൊ നമ്മള് പോണത് സിംഗാര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അധികം ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളധികം വീഡിയോ ഒന്നും എത്തിയിട്ടില്ലേ. പക്ഷെ അവിടെ കുറെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ അതേമാതിരി നമ്മള് ഒരു ഫോറസ്റ്റ് യാത്രയാണുള്ളത്. പിന്നെന്താ വെച്ചാല് ഒരുപാട് ഗ്രാമങ്ങൾ നമ്മള് ഈ ഗ്രാമങ്ങൾക്കിടയിലൂടെ നമ്മള് വണ്ടി ഓടിച്ച് പോകാൻ പോണത്. നമ്മളിപ്പോ കുറേ നമ്മള് മസ്സിനിഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോയില്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മള് വരെ വന്നിട്ടില്ല. അതുവരെ അധികാരം വന്നിട്ടില്ല തോന്നണേ. അടിപൊളി മല കാണാം. സ്റ്റേഷനും കാര്യങ്ങളും ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഉഷാറായിട്ട് കാണാനായിട്ട് പറ്റും. കാട്ടുപോത്താണ് ശരിക്കും. ഇതിന്റെ മുമ്പിലൊക്കെ ഒരു ആന മുമ്പ് ചാടിയുണ്ടല്ലോ. പേടിച്ചാണ് അടുത്തന്നെ കെട്ടിരും.
ഏതായാലും റൂട്ട് അടിപൊളി റൂട്ടാണ്. എന്തായാലും വണ്ടികളൊന്നുമില്ല, ഒരൊറ്റ വണ്ടിയില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രം ഇപ്പൊ ഇവിടുന്നിട്ട് പെർമിഷൻ ഉള്ളോ? ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ആരോ പറഞ്ഞുണ്ടാക്കിയ മാതിരി. തേയിലല്ലേ? കാപ്പി അല്ലേ ഈ കാണുന്നില്ല, അതിന്റെ ഉള്ളിലുള്ള കണ്ടോ കാപ്പിത്തോട്ടം. കാപ്പി ഫുള്ള് ഇതല്ലേ, ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഫുള്ള് കാപ്പി എടുക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടേ കാരണം പിന്നെ എന്തെങ്കിലും ചെടി ഉണ്ടാക്കിയത്. അങ്ങോട്ട് വേറുണ്ട്, അത് വേറെ മാത്രമാണ്. ഇല്ല നമ്മളെന്തായാലും വരുമ്പോ എന്തായാലും ഒരു വെറൈറ്റി പിടിക്കും നമ്മള്. അത് നമ്മള് എത്തിപ്പെട്ടതാ. ഇവിടെ എന്താ പറയാ, ഈ സിംഹവാലം കുരങ്ങന്മാരൊക്കെ നമുക്ക് അധികം കാണാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ കണ്ടിന്, തിരിച്ചു പോകുമ്പോൾ കാണിയാൻ കാണിച്ച പക്ഷെ ജീപ്പല്ലാത്തോണ്ട് ഇപ്പോൾ അവിടുന്ന് എങ്ങനെ പോയി കാണുക? അല്ല ഒരു എല്ലാം എടുക്കുന്നുണ്ട്. അത് തന്നെ വരല്ലേ സിംഹവാലം കുരങ്ങ അയക്കാരും മിക്കവാറും. ക്യാമറ ഓണാണ്. ഇതൊരു ട്രൈബൽ സ്പോട്ടാന്ന് തോന്നുന്നത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ കയ്യട്ടിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി അലൗഡല്ല. ഇവിടെ എത്തേണ്ടി വരും മിക്കവാറും. എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ട്, ടണലും മറ്റും മറിച്ചും കുറേ സാധനങ്ങൾ. പക്ഷേ പെർമിഷൻ അല്ലാത്തോണ്ട് കുറച്ച് ഹൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പെർമിഷൻ അല്ലാത്തോണ്ട് നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. അതേ ഒരു കുട്ടിക്കുരങ്ങൻ എന്തുവാണ് നേരെ വിടി, നമുക്ക് ചോദിച്ചു നോക്കാം എന്താ പ്രശ്നം, എന്താ വെച്ചോക്കാം. വിട് 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 ബാറ്ററി വണ്ടി ഉണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്. കണ്ടോ മറ്റേ പറഞ്ഞോട് ടണലുണ്ട്. അല്ല ഓവറായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാരയിലും ചെവിയിലൊക്കെ കുത്തി കഴിഞ്ഞ പ്രശ്നമാണ്. ഓരോ ഞാൻ കേൾക്കാതെ അവിടെ ഇവിടെയൊക്കെ ചെന്നിടിക്കും. അതുകൊണ്ട് ആ ശബ്ദം കൊണ്ട് വെറുതെ അടിച്ച് വെറുപ്പിക്കാക്ക്. കാട്ടിലൂടെ മാത്രം യാത്ര ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് അടിപൊളിയാ. എന്താ പേര്? സിംഗാലെ. എന്ത് ശാന്തമായി തീറ്റ. ഇത് കാട്ടുപോത്തല്ല, കാട്ടെരുമയാണ്. ഇതെന്താ അറിയാം നിങ്ങൾക്ക്? ഇതൊരു ഹൈസ്കൂളാണിത്. എന്താ എൻ്റെ പേരെന്താ? ശാന്തി വിജയ് ഹയർ സെക്കൻഡറി സ്കൂള്. അവിടുത്തെ ടോപ്പ് ഫുൾ A+ ആണല്ലോ അവിടെ. കാട്ടിലൊരു ഹൈസ്കൂള്. നമുക്ക് ഗേറ്റ് വന്നിട്ട് ഉള്ളിൽ കയറിയോ? വണ്ടി ഇട്ടുണ്ട്, ചില പൈപ്പ് ഉണ്ടാവില്ല. വണ്ടിയിൽ ആളെ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇവിടെ SSLC 100% വിജയം നൽകിയിട്ടുണ്ട് ഇവിടെ. പുള്ളി ഇന്ന് സൺഡേ ഇപ്പോൾ ലീവ് കൊടുത്തേക്കാരല്ലേ? ഷിപ്പൽക്കൊക്കെ ലൈഫ് ഇങ്ങനെ ഓരോ മാനിയും ഒക്കെ കണ്ടിങ്ങനെ പോകലൂടെ.
പരിപാടിക്ക് എന്ത് പക്ഷി? ആ മയിലും മാനും ഉണ്ടല്ലേ? നല്ല ചങ്ങാത്താണല്ലോ. അവിടുന്ന് ആന കാട്ടിയത് നമ്മൾ കഴിഞ്ഞത് കണ്ടത്. ആന കാട്ടിയാണ്ട് ഇങ്ങോട്ട് വിട്ടാണ്. ഉറങ്ങാണ് ഉച്ചക്ക് ഉറങ്ങിണ്ടാവില്ല, തിന്നിന തിരക്കില്. മയിലുണ്ട് ഇപ്പുറത്ത്. ഇതാ ഒരുപാട് മാൻകുട്ടങ്ങൾ വെറുതെ എടുക്കണ തട്ടിയാളാ. ആനൊക്കെ ഫുഡ് കഴിച്ചാണ്ട് വരി പോയിക്കണോണ്ട്. അങ്ങനല്ല, അത് ആ ആനന്റെ മാപ്പിള ആ പെണ്ണിനോട് പ്രത്യേകം പറഞ്ഞു. പിന്നെ അവിടെ ഒന്ന് തിരിഞ്ഞിങ്ങനെ നിൽക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ആന ആരും നോക്കാതെ ആരും ചവിട്ടിക്കൊല്ലാതൊക്കെ മണ്ടി ആയതോ. ആകെ 2 പുല്ല് വലിച്ചിന്, എന്നിട്ടായി ഞാൻ പോവുകയും ചെയ്ത്. യോ കാട്ടുപോത്ത് ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇന്നല്ലേ രസമുള്ളൂ. അതിന് മുമ്പ് പോയി നിൽക്കാൻ കണ്ട. അതല്ല പറഞ്ഞു ഇങ്ങോട്ട് വണ്ടിയാക്ക്. എനിക്ക് കാട് ഇങ്ങോട്ട് എടുക്ക്. ഞാൻ ഇങ്ങോട്ട് എടുക്കണെങ്കിൽ എനിക്ക് തോന്നി പെങ്ങളെ ഓണടിച്ചിട്ട് കാര്യമില്ല. എന്നെ കുത്തിണ്ടെങ്കിൽ അപ്പൊ 1000 എന്ത് ഒരു സാധനം ഉണ്ടല്ലോ ചെങ്ങായി. എല്ലാ ഫാമിലി ഒരുമിച്ചാണെങ്കിലും ഇവിടെ പറയുന്നു മിക്കവാറും പോണി പോ ചെങ്ങായി. മനുഷ്യൻ വെറുതെ ഇത്രക്കല്ലേ. റേഞ്ച് ആക്കിയാ അവർക്ക് റേഞ്ച് ആവട്ടോ. കിട്ടോ എത്ര സാധനങ്ങളില്ലേ. സാധനങ്ങളില്ലേ അടിപൊളി. ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ പള്ളർച്ചോണ്ട് പോവാണ് വരേക്ക്. നാട് കാണിയത് ഇറങ്ങിയ ആന കാണൂലേ. ആന കാണേണ്ട പരിപാടി നമ്മളിവിടെ കഴിഞ്ഞ്. ശരിക്കും ഈ ഒരു റൂട്ടിന് മസിനുകുടി വഴി ഊട്ടി ആ റൂട്ടിന് വലിയ വണ്ടികളൊന്നും പോകില്ലല്ലോ. അല്ല ഇപ്പൊ പോലെ ഇപ്പൊ നേരത്തെ ലോറി പോയി. ഇതൊക്കെ എങ്ങോട്ട് പോയി? ചന്ദ്രൻ കടത്തുന്ന ആൾക്കാര് രാത്രി ഇങ്ങനെ കാടിറങ്ങണം, എന്നാ കാണാത്ത എല്ലാ ഫാമിലി കാണും. മാത്രമല്ലല്ലോ അത് മാത്രല്ല കേട്ടോ, നമ്മള് കുറേ എണ്ണത്തിന് കണ്ടില്ലേ. ഇവിടെ മൊത്തം മാനിന്റെ കൂട്ടങ്ങളാണല്ലോ. രാത്രിന്റെ അടുത്ത് ആദ്യം പറഞ്ഞ പണിയിട്ടുണ്ടെങ്കിൽ നല്ല ഇണങ്ങിയ സാധനമാണുള്ളത്. ഒന്നുകൂടി കാക്കിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? എന്താ മക്കളെ സുഖല്ലേ? പോട്ടെന്നാ ടാറ്റ. കണ്ടോ കണ്ടോ ആ ഇവിടെ നിറച്ചിടാ മരത്തുമ്പോ നിറച്ചിടാ. സാധാരണ ഈ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ആനകളൊക്കെ മുന്നിലേക്ക് വരാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് കാണുമോന്നറിയില്ല. കണ്ടുകഴിഞ്ഞാൽ ഒരു വരവേക്കാരം മുന്നിക്ക്, പിന്നെ ഇട്ടെറിഞ്ഞോടേണ്ടി വരും വണ്ടി. ഇങ്ങനെ കാട്ടിലൂടെ ഒരു യാത്ര ഒരൊറ്റ ദിവസം മാറ്റി വെച്ചാൽ മതി അല്ലേ? അപ്പൊ മരത്തുമൊക്കെ നോക്കേണ്ടി വരും. അതിപ്പോ മരത്തുമല കാണുന്നത് പറയപ്പെടുന്നുള്ളൂലേ, അപ്പൊ കിട്ടൂല. ഏതോ മാനിനെ സൈസാക്കി തോന്നുന്നു.
സംഘാടകരാ മീറ്റിംഗ് പിടിച്ചിട്ടൊന്നുമില്ല. അതാണ് പലയിടത്തും പല ആൾക്കാരിങ്ങനെ നിൽക്കണേ. എന്തോ ആ റോഡിൽ വലിയൊരു ഹമ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇനിയിവിടെ ഇപ്പത്തെ പ്രത്യേകിച്ച് ഇപ്പത്തെ കാണല്ലേ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? വെറുതെ ഒരു ചവിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ശരിക്കും വേണമായിരുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മണ്ടലേക്കാ. ഒന്ന് ശ്രദ്ധിച്ചോ. ആന കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാണ്ടാ. എടാ കുട്ടിണ്ടാ, ചെറിയ കുട്ടിണ്ടാ. അതിന് ചെവി കുറിച്ച മണ്ടണ്ടി കേട്ടോ. എന്തിന്റെ കാൽമ വലിയൊരു ഓട്ട. തൽക്കാലം നിർത്തിയാളാ, ചെങ്ങനെ മൊത്തം പോയിക്കോട്ടെ. അയ്യോ ഇത് ഭയങ്കര പണിയാണല്ലോ.